ഉണ്ണിക്കുട്ടാ, മോനെ, നീ അമ്മൂമ്മെ കാണാൻ ചെല്ലുമ്പോ ഈ കേക്ക് കൊടുക്കണം കേട്ടോ. ഇത് ഞാനുണ്ടാക്കിയ കേക്കാ. അമ്മൂമ്മയ്ക്ക് കേക്ക് വലിയ ഇഷ്ടമാ. നിനക്ക് ഞാൻ കൊറേ തന്നതല്ലേടാ, അത്രയൊക്കെ തിന്നാ മതി. ഓവറായാലും കുഴപ്പമാ. നീ ആ പൊതി തുറന്നു നോക്കാതെ അമ്മൂമ്മെ തന്നെ ഏൽപ്പിക്കണേ. അല്ല, ഇതാര്? ഉണ്ണിക്കുട്ടനോ? ആ, വാ കുട്ടാ. നിന്നെ കണ്ടേച്ച് എത്ര നാളായി. അമ്മൂമ്മേ, അമ്മൂമ്മയ്ക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. എന്താ കുട്ടാ കൊണ്ടുവന്നത്? അമ്മൂമ്മയ്ക്ക് വെറ്റിലയും പുകലയും ഇട്ടുവെക്കാൻ ഞാനൊരു പെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. കൊള്ളാം മോനെ, നന്നായി. മോനെ ഉണ്ണിക്കുട്ടാ, നിന്റെ വീട്ടിലേക്ക് ഞാനും വരുന്നുണ്ട്. ഒത്തിരി നാളായില്ലേ അങ്ങോട്ടൊക്കെ ഒന്ന് വന്നിട്ട്. അമ്മൂമ്മ വീട്ടിൽ വന്നാ ഞാൻ കേക്ക് തിന്ന കാര്യം പുറത്താകുമല്ലോ. ഈ ഫോട്ടോയൊന്ന് ഫ്രെയിം ചെയ്യിക്കണം. കൊറേ നാളായി വിചാരിക്കുന്നതാ. നമുക്ക് ഉച്ച കഴിഞ്ഞിറങ്ങാം. അയ്യോ, അമ്മൂമ്മ വന്നാ ശരിയാവൂല. അതെന്താ മോനെ? അമ്മൂമ്മേ, പട്ടണത്തിൽ നിറച്ചും കൊല്ലന്മാരുണ്ട്. അവരും ഒന്ന് മാല പറിച്ചുകൊണ്ടു പോവും. ഓ, അതൊന്നും ഇപ്പൊ ഇല്ലടാ. അമ്മൂമ്മേ, പട്ടണത്തിൽ പിടിച്ചു പറിക്കാറുണ്ട്. കിളവിലെ കണ്ടാൽ അവര് പിടിച്ചുകൊണ്ടുപോയി കണ്ണു കുത്തിപ്പൊട്ടിച്ച് പിച്ചക്കെടുത്തു. ഓ, എന്നെ ആരും പിടിക്കത്തില്ലടാ ഉവ്വേ. അല്ലെങ്കിലും നിന്റെ അമ്മയെ കണ്ടിട്ട് ഒത്തിരി നാളായി. അവളിപ്പൊ എങ്ങനെ ഇരിക്കുന്നോ എന്തോ. ഞാൻ അമ്മയെ പോലെ ഇരിക്കുന്ന എല്ലാരും പറയണേ. അപ്പൊ പിന്നെ എന്നെ കണ്ടാ പോരെ? വീട് വരെ വരണോ? അയ്യോ അമ്മൂമ്മ, നോക്ക്, പട്ടണത്തിൽ ഭൂതം ഇറങ്ങിന്ന്. അമ്മൂമ്മ പട്ടണത്തിലേക്ക് വരണ്ട. അമ്മൂമ്മക്ക് പേടിയാവും. എനിക്ക് തന്നെ പേടിയാവുന്നു. നീ പേടിക്കാതടാ, അതൊരു സിനിമയുടെ പരസ്യവാ. അല്ലേലും ഈ കാലത്താണോ പ്രേതം ഭൂതം ഒക്കെ? ആ, അമ്മ കൂടി പോന്നോ? അത് നന്നായി. വാ അമ്മേ. കേക്കിന്റെ കാര്യം മിണ്ടല്ല എന്റെ പുണ്യാലച്ചാ. അമ്മ ഇരിക്കേ, ഞാൻ ചായ എടുക്കാം. അമ്മ ഇന്ന് എന്തായാലും പോണ്ട. കൊറേ നാളായില്ലേ വന്നിട്ട്. ഞാൻ ദാ വരുന്നു. അമ്മ ഉണ്ടാക്കിയ കേക്കിന്റെ ബാക്കി ഇരിപ്പുണ്ട്. ഐഡിയ ഇതാ അമ്മൂമ്മ, അമ്മച്ചി ഉണ്ടാക്കിയ കേക്കാ. തിന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. എടീ, നീ ഉണ്ടാക്കിയ കേക്ക് അസലായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉണ്ണിക്കുട്ടന്റെ കൈ കൊടുത്തുവിട്ടിരുന്ന കേക്ക് കഴിച്ചായിരുന്നോ? അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അവൻ കേക്ക് കൊണ്ട് തന്നേച്ച് കൂടെ നിന്ന് കഴിപ്പിക്കുകയല്ലായിരുന്നോ? വളരെ നന്നായിട്ടുണ്ട് കേക്ക്. ഇവൻ കേക്ക് തിന്നു കളയുമോന്നായിരുന്നു എനിക്ക് പേടി. എന്തായാലും ഇപ്പൊ പഴയ പോലൊന്നും അല്ല. ഉണ്ണിക്കുട്ടന് നല്ല കാര്യഗൗരവമൊക്കെ ഉണ്ടായിട്ടുണ്ട്.